ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കുറച്ച് സ്ഥലം ഇങ്ങനെ വേസ്റ്റായി കിടന്നു. അവിടെ നമ്മൾ നേരത്തെ ചതയരപ്പേർ നട്ടിരുന്നു. അതിൻ്റെ കുറ്റി കമ്പ് വേസ്റ്റായെല്ലാം കോതി കളഞ്ഞ് കിളിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കിളിച്ചില്ല, എല്ലാം അഴുകിപ്പോയി. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ ചെവിട്ടി കുറച്ച് വിത്തുകൾ വാങ്ങിയിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് വേസ്റ്റായ ഭാഗം അഴിച്ചു കളഞ്ഞിട്ട് അത് പറിച്ചം കളഞ്ഞിട്ട് മറ്റേനുള്ള ഇച്ചിരി വളമിട്ട് കൊടുത്ത് അത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതങ്ങ് അണിഞ്ഞ് നാശമായിപ്പോയി. അന്നേരം ഇപ്പോൾ അതിൻ്റെ ചെവിട്ടിൽ ഇനി കുറച്ച് മറ്റേനിച്ച് വളമിട്ട് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് വെട്ടിപ്പിടിക്കുക. ഒരു 7 മൂടുണ്ട്, അതിന് അടുപ്പിച്ചങ്ങ് നട്ടേ ഞാൻ. അത് മതി. ഇപ്പോൾ 3-4 സ്ട്രോങ് ആയിട്ട് വന്നിട്ട് ബാക്കിയും പിഴുതുകളെ. എന്നിട്ട് അത്ര നല്ല ഒരു ഗുണമേന്മയുള്ള ഒരു പയറിനുമാണ് ചതുരപ്പയർ. എല്ലാവരും വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്. നമ്മൾ പുറത്തു നിന്നുള്ള പച്ചക്കറികൾ മേടിച്ച് നമ്മുടെ ശരീരം വേസ്റ്റാക്കുന്നതിൽ നിന്ന് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ആശുപത്രി കൊടുക്കുന്ന പൈസ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഈ ആഹാര രീതിയാണ് നമ്മളെ അനാവശ്യമായ അസുഖങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത്. നമ്മളെ വിപണിയിൽ പോയി മാർക്കറ്റിൽ പോയി മേടിക്കുന്ന പച്ചക്കറികൾ, തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറികൾ വിഷമയം കൂടിയ പച്ചക്കറികളാണ്. അതാരും നോക്കുന്നില്ല. നല്ലപോലെ കഴുകു പോലും ചെയ്യത്തില്ല. വെറുതെ വെള്ളത്തിലിട്ട് കഴുകി എല്ലാവരും ഉപയോഗിക്കും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും. ഇങ്ങനെ നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, നമ്മൾ മരുന്നടിക്കണ്ട, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും, നമുക്ക് ക്യാഷ് ലാഭിക്കാൻ പറ്റും. എല്ലാ വിധത്തിലും നല്ല രീതിയിലാണ്. ഇതിപ്പോൾ ഞാനതെല്ലാം വളമിട്ട് വെട്ടിപ്പിടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെവിലെ പോച്ചയും കൂടെ ഒന്ന് പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഇത് നല്ല രീതിയിൽ പടർന്നു കയറി കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞ് നല്ലപോലെ പൂവിട്ട് ഇഷ്ടം പോലെ കായകളുണ്ടാവും. നല്ല രീതിയിൽ കായകളുണ്ടാവും. ഇതുകൊണ്ട് ആ പോച്ച ഫണ്ടാനുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഏറ്റവും വലിയ പ്രശ്നം പോച്ചയാണ്. നമ്മൾ ഇത് അത്രയും നല്ല രീതിയിൽ അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ കാണണം. ഇതിനെക്കുറിച്ചുള്ള പുതിയ വിശേഷവുമായി പുതിയ കാര്യങ്ങളുമായി ഞാൻ വീണ്ടും കാണാം. മതി.